കോഴിക്കോട് ചേവരമ്പലത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 45 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഗായത്രിയുടെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്ന ഡോക്ടർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള വീട്ടിലാണ് വലിയ മോഷണം നടന്നിട്ടുള്ളത്. 45 പവനോളം സ്വർണമാണ് ഇന്ന് പുലർച്ചെ മോഷണം പോയത്. പുലർച്ചെ 1:55 മോഷ്ടാവ് വീട്ടിലേക്ക് എത്തുന്നത്. ലോക്കൊക്കെ ഉണ്ടായിരുന്നു ഗേറ്റിന്റെ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു തുണി ചുറ്റിയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നി. അപ്പം വാതില് പിന്നെ പാർഷ്യലി ഓപ്പൺഡ് ആണ്. ഞങ്ങൾ പിന്നെ ഇവിടെ റെസിഡൻസിലെല്ലാം വിളിച്ചു പറഞ്ഞു. അവരും പോലീസിനെ വിളിച്ച് അവരുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പം ജ്വല്ലറി ബോക്സിൽ ജ്വല്ലറീസ് പോയി. പിന്നെ ഒരു ക്യാഷ് കുറച്ചുണ്ടായിരുന്നു, 10,000 അത്ര അടുപ്പിച്ചുള്ളൂ, അതും പോയിട്ടുണ്ട്. ഒരു CCTVയിൽ ഇങ്ങനെ വരുന്ന ഒരാൾ ഇന്ന് രാവിലെ 150 വന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഒരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. ആഭരണങ്ങളൊക്കെ ഒരുമിച്ചാണ് വെച്ചിരുന്നത്. ഒരു ബോക്സിനകത്ത് തന്നെയാണ് വരുന്നത്, മാറ്റി വെച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ബോക്സ് ഇവിടെ തന്നെ ഉണ്ട്. 45 പവനോളം ഒരുമിച്ചാണ്. ബോക്സിനകത്താണ് വെച്ചിരുന്നത്. ആ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ആഭരണങ്ങൾ മാത്രം എടുത്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇനി അത് കിട്ടണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും തകർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എല്ലാ ലോക്കും പോയിട്ടുണ്ട്. എല്ലാ ലോക്കും പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് ക്യാഷും പോയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഉച്ചയോടെ തിരിച്ചു വരുന്ന വിവരം വേറെ ആർക്കെങ്കിലും അറിയായിരുന്നോ? അപ്പുറത്തുള്ളവർക്കറിയാം. ഞാൻ നെയ്ബേഴ്സിനോട് പറഞ്ഞിട്ടല്ലേ വരുന്ന ദിവസം പുലർച്ചെ തന്നെ മോഷണം നടന്നുകൊണ്ട് ചോദിച്ചാണ്. അല്ല, അത് നെയ്ബേഴ്സിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്കറിയാം. 3 years ആയിട്ട് ഇവിടെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഇടയ്ക്കാണ് 2-3 വർഷമായിട്ട് വന്നാന്ന് തോന്നുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറാണ്. ഇവരുടെ വീട്ടിലാണ് ഇത്രയും വലിയ മോഷണം നടന്നിട്ടുള്ളത്. ചേവായൂർ പോലീസ് പരിധിയിൽ തന്നെ പറമ്പിൽ ബസാറിൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ നിന്ന് 25 പവനോളം സ്വർണവും മോഷണം പോയിരുന്നു. അതിലും അന്വേഷണം പുരോഗമിച്ചു വരുന്ന സമയത്താണ് ഇത്തരം ഒരു വലിയ മോഷണം ഏതായാലും നടന്നിട്ടുള്ളത്. ജോം ടിക്കയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.